ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ദൈവവചനം പഠിക്കുവാൻ വീണ്ടും മറ്റൊരു സന്ധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഈ വചന പഠനത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാനായിട്ട് പോകുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 17ഉം 18ഉം അധ്യായങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 17ാമത്തെ അധ്യായത്തിൽ മർമ്മമായ ബാബിലോണിനെ കുറിച്ചും 18ാമത്തെ അധ്യായത്തിൽ ആശ്ചര്യമായിട്ടുള്ളതായ ബാബിലോൺ നഗരത്തെക്കുറിച്ചും ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. 17ാമത്തെ അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ, റിലീജിയസ് ബാബിലോണിനെ കുറിച്ച് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. 19ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആശ്ചര്യമായിട്ടുള്ളതായ ബാബിലോൺ സിറ്റിയെ കുറിച്ച്, ബാബിലോൺ നഗരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ഇനിയും പുനർനിർമ്മിക്കപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള ബാബിലോൺ, ആ ബാബിലോൺ ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ആകർഷിക്കുന്നതും ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ആ രാജ്യവുമായിട്ട് വാണിജ്യ വ്യാപാരത്തിൽ ഏർപ്പെടുവാനായിട്ട് ഇടയാവുകയും ഇസ്രായേൽ തന്നെ ആ രാജ്യത്തിന് വലിയ സഹായവുമായിട്ട് കടന്നു വന്ന് ആ രാജ്യവുമായിട്ടുള്ളതായ വ്യാപാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ലോകത്തിലുള്ളതായ സകല രാജ്യങ്ങളും വീണ്ടും ഇനിയും പുനർനിർമ്മിക്കപ്പെടുവാനായിട്ട് പോകുന്നതായ ബാബിലോൺ എന്നതായ നഗരവുമായിട്ട് വാണിജ്യ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെ എല്ലാ തിന്മകളുടെയും മ്ലേച്ഛതകളുടെയും ദോഷങ്ങളുടെയും തുടക്കം കുറിക്കപ്പെട്ടതായ ബാബേൽ നഗരം, ബാബിലോണിയൻ നഗരം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ട് അതിൻ്റെ വ്യാപാരവും വാണിജ്യവും ഒക്കെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ വീണ്ടും അതിൻ്റെ പഴയ മ്ലേച്ഛതകളും ദുഷ്പ്രവൃത്തികളും എല്ലാവിധമായിട്ടുള്ളതായ ക്ഷുദ്രപ്രവൃത്തികളും വിഗ്രഹാരാധനകളും എല്ലാ മാന്ത്രിക വിദ്യകളും ബ്ലാക്ക് മാജിക്കുകളും അങ്ങനെ എന്ന് വേണ്ട ലോകത്തിലെ സകല മ്ലേച്ഛതകളും അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവം ആ നഗരത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അനേക പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഈ രക്തം ഈ ഭൂമിയിൽ വീഴുവാൻ കാരണമായി തീർന്നതായ സംസ്കാരങ്ങൾ ഉടലെടുത്തതായ ഒരു ദേശം എന്നുള്ള നിലയിൽ ബാബിലോണിനെ വീണ്ടും ദൈവം തകർത്ത് തരിപ്പണമാക്കും. യൂഫ്രട്ടീസ് റിവറിന്റെ ആഴത്തിലേക്ക് അതിനെ എറിഞ്ഞു കളയുന്നത് പോലെ ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ അതിനെ എറിഞ്ഞു കളയും. ആ നഗരം കത്തുന്നതിന്റെ പുക ദൂരെ നിന്ന് വരുന്നതായിട്ടുള്ള നാവികർക്കും കപ്പൽ യാത്രക്കാർക്കും ദർശിക്കുവാനായിട്ട് കഴിയും. ദിവസങ്ങളോളം നാളുകളോളം അതിന്റെ പുകകൾ പൊങ്ങുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സൊദോം ഗൊമോറയെ ദൈവം ന്യായം വിധിക്കുമ്പോൾ, ആ നഗരത്തിന്മേൽ ഗന്ധകത്തീ ഇറങ്ങുമ്പോൾ ആ ദേശം കത്തി അതിൽ നിന്നും പുക ഉയരുന്നത് അബ്രഹാമിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതുപോലെ ലോകത്തിലുള്ളതായ അനേകർക്ക് ഈ ദേശം നിമിഷ നേരങ്ങൾ കൊണ്ട് കത്തി അമർന്ന് ഒന്നുമല്ലാതെയായി പോകുന്നത് ദർശിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ 18ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആശ്ചര്യമായിട്ടുള്ളതായ വാണിജ്യ നഗരമായിരിക്കുന്ന ബാബിലോൺ നഗരത്തിന്റെ പരിസമാപ്തിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. 19ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭൂമിയിൽ ഈ വിധത്തിലുള്ളതായ വലിയ പ്രതികൂലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദർശിക്കുന്ന ഒരു ദർശനം ഒരു വലിയ ആഘോഷത്തിന്റെ ദർശനമാണ് എന്ന് കാണുവാനായിട്ട് കഴിയുകയാണ്. ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ
16-ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ 19-ാമത്തെ അധ്യായം വരുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും 2 പ്രത്യേകതകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരുന്ന മഹത്വ പ്രത്യക്ഷത, ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് 19-ാമത്തെ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം. 2, ക്ലൈമാക്സ് ഓഫ് അർമഗദോൻ വാർ, അർമഗദോൻ യുദ്ധത്തിന്റെ പരിസമാപ്തി. അങ്ങനെ പ്രത്യേകമായിട്ട് 2 കാര്യങ്ങളാണ്, 2 സംഭവങ്ങളാണ് 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 2 ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുന്നമേ അതിന്റെ 1 മുതൽ 6, 7 വാക്യങ്ങൾ വരെ നമ്മൾ എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു വലിയ ആഘോഷം സ്വർഗത്തിൽ നടക്കുകയാണ്. ആ ആഘോഷം എന്താണെന്നുള്ളത് വേഗം നമുക്ക് ഒന്ന് നോക്കാം. എന്ത് തരത്തിലുള്ളതായ ആഘോഷങ്ങളാണ് സ്വർഗത്തിൽ നടക്കുന്നത്? ഞാൻ ചില വാക്യങ്ങൾ, ഒരു 7 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീരെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഇത്രയും വാക്യങ്ങൾ, 6 വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആത്മീയമായിട്ട് പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ദർശിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമുക്ക് ഇപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാം. സ്വർഗത്തിലെ ഒരു ആരാധനയുടെ ദൃശ്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മനോഹരമായ ഒരു ആരാധനയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 4ഉം 5ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ആരാധനയുടെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇവിടെ വീണ്ടും ഒരു മനോഹരമായിട്ടുള്ളതായ ആരാധനയുടെ ദൃശ്യം കാണും. ഈ ആരാധനയ്ക്ക് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം കാരണവുമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ വലിയ ഘോഷം അല്ലെങ്കിൽ ഈ ആരാധനാ ശബ്ദം സ്വർഗത്തിൽ കേൾക്കുന്നത്? 2-ാമത്തെ വാക്യമാണ് അതിനുള്ള മറുപടി. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. മഹദിയാം ബാബിലോണിനെ ശിക്ഷ വിധിച്ചു, വാണിജ്യ നഗരമായ ബാബിലോണിനും ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇവര് 2 പേരും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, തന്റെ വേശ്യാവൃത്തി കൊണ്ട്, തന്റെ മദ്യം കൊണ്ട് ലോകത്തെ വശീകരിച്ചതായിട്ടുള്ള മഹദിയാം ബാബിലോൺ വിശ്വാസത്തിലേക്ക് കലർപ്പ് കയറ്റി, ആരാധനാ രീതികളിൽ തന്നെ കലർപ്പ് കയറ്റി, ബാബിലോണിയൻ മതത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ക്രിസ്തീയ മതത്തിലേക്ക് പ്രവേശിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞതായ മർമ്മം മഹദിയാം ബാബിലോൺ. ആ വേശ്യയ്ക്ക് ശിക്ഷ വിധിച്ചു. 2, തൻ്റെ സമ്പത്ത് കൊണ്ട്, വ്യാപാരം ആകുന്നതായ മദ്യം കൊണ്ട് ലോകത്തെ മുഴുവനും ഭ്രമിപ്പിച്ച, മത്തുപിടിപ്പിച്ചതായ വാണിജ്യ നഗരമായ ബാബിലോൺ. ഇപ്പൊ 2 തരത്തിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. ആരാധനയുടെ കാരണം എന്താണ്? ദൈവനീതി ഭൂമിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
നമുക്കവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ വാക്യം മുഴുവനായിട്ട് വായിക്കുമ്പോൾ, തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. 18ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നമുക്ക് നോക്കാം, 24ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ അല്ലോ കണ്ടത്. അതായത് ഈ ബാബിലോണിന്റെ തുടക്കം മുതൽ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഉൽപ്പത്തി പുസ്തകം ചിന്തിച്ചപ്പോൾ ഉൽപ്പത്തി 11ാമത്തെ അധ്യായത്തിൽ ബാബേലിനെ കുറിച്ച് നമ്മൾ കണ്ടു. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്നും ജനത്തെ അകറ്റിക്കളഞ്ഞ് ഭൗമികമായിട്ടുള്ളതായ ആഡംബരങ്ങളിലേക്ക് ജനത്തെ വശീകരിച്ച് കൽപ്പനയെ അവിശ്വസിക്കുവാൻ പഠിപ്പിച്ച ബാബിലോൺ അങ്ങനെ ദൈവത്തോട് മത്സരിച്ചതായ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ തുടക്കം അവിടെയാണ് തുടങ്ങുന്നത് എന്നോർക്കണം. അവിടെ തുടക്കം തുടങ്ങിയതായ ആ സംസ്കാരം തുടർന്ന് ഭൂമിയിൽ വ്യാപിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അതാണ് 19:2 നമ്മൾ അവിടെ കാണുന്നത്. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹാബേലിന്റെ രക്തം മുതൽ, ആദ്യമായിട്ട് ഭൂമിയിൽ വീണ മനുഷ്യ രക്തം ഹാബേലിന്റെ രക്തമാണെന്ന് ഓർത്തുകൊള്ളാം. ആ ഹാബേലിന്റെ രക്തം മുതൽ 70ാം ആഴ്ചവട്ടത്തിന്റെ അവസാനത്തിങ്കൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നതായ വിശുദ്ധന്മാരുടെ വരെ രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യുന്നതായിട്ടുള്ള സമയമാണെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് കർത്താവിന്റെ വിശുദ്ധന്മാരെ ഹാബേലിന്റെ രക്തത്തിന് പോലും ഒരുപക്ഷെ കണക്ക് ചോദിക്കുന്ന ഒരു രംഗം ഇവിടെ മാത്രമാണെന്ന് ഓർത്തുകൊള്ളണം. അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആയിട്ടാണ്. നമ്മൾ പലപ്പോഴും പ്രതികാരം എന്തുകൊണ്ട് ദൈവം ഉടനടി ചെയ്യുന്നില്ല? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടല്ലോ, അറുക്കപ്പെട്ട ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പരാതി പറയുന്നുണ്ട്, നീ എന്താ ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാത്തത്? നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഉടനടി ദൈവം പ്രതികാരം ചെയ്യണം. എന്നാൽ ഓർക്കണം, ഹാബേലിന്റെ രക്തം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പുറകിൽ സംഭവിച്ച സംഭവം മുതൽ ഉള്ള കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്യുവാനായിട്ട് ഒരു ദിവസം സംജാതമായിരിക്കുകയാണ്. ആ ദിവസം കർത്താവ് അത് നിർവഹിക്കുകയാണ്. അപ്പോൾ ആരാധന സ്വർഗത്തിൽ നടന്നതിന്റെ കാരണം, ഭൂമിമേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുന്നു. അത് നീതിയുള്ളതും സത്യമായതുമായ ന്യായവിധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുകയാണ്. അപ്പോൾ ആരാധനയുടെ കാരണം ഇതാകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി നമ്മളുടെ ആദ്യത്തെ വാക്കിനകത്തൊന്ന് ശ്രദ്ധിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. അപ്പൊ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു വലിയ മൾട്ടിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഒരു വലിയ മഹാപുരുഷാരം. അത് നമ്മള് മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടു കഴിഞ്ഞു. എണ്ണിക്കൂടുവാൻ കഴിയാത്ത ഒരു പുരുഷാരം. ഇവിടെയും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. എണ്ണിക്കൂടുവാൻ കഴിയാത്തതായ ഒരു വലിയ പുരുഷാരത്തിന്റെ സ്തോത്ര ശബ്ദമാണ്, സ്തുതി കരയേറ്റുന്ന ശബ്ദമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതില് പഴയതും പുതിയതുമായിട്ടുള്ളതായ സകല വിശുദ്ധന്മാരുടെയും പിന്നെ ആയിരക്കണക്കിന് കോടാനുകൂടി ഉള്ളതായ സ്വർഗീയ മാലാഖ ഗണങ്ങളുടെയും ഒക്കെ ഘോഷസ്വരമാണ് കേൾക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ആ ഘോഷസ്വരം ഈ പറഞ്ഞതുപോലെ ഈ ഭൂമി മുഴുവനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും പ്രകമ്പനം കൊള്ളുന്നതായ രീതിയിലുള്ളതായ ഒരു ആരാധനാ ശബ്ദമാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം സ്വർഗത്തിൽ വലിയ ഒരു ഘോഷ ശബ്ദമാണ് കേൾക്കുന്നത്, എണ്ണിക്കൂടുവാൻ കഴിയാത്തതായ. അപ്പം ഈ പറയുന്നതായിട്ടുള്ള ദൂതന്മാരും ഒക്കെ അങ്ങോട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു നിമിഷമാണെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായ ശബ്ദമായിരിക്കും. ഭൂമി നടുങ്ങിപ്പോകുന്നതായിട്ടുള്ള, കിടുങ്ങിപ്പോകുന്ന രീതിയിലുള്ളതായ ഒരു ആരാധനാ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ ആരാധിക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലയെ തുണിയിട്ടുകൊണ്ട് വേണം ഇത് കേൾക്കേണ്ടത്, അല്ലേ? ലജ്ജിതരായിരുന്നു വേണം ഇത് കേൾക്കേണ്ടത്. കാരണം നമുക്ക് ആരാധിക്കുവാനായിട്ട് നമ്മുടെ ആരുടെയും നാവ് ഉയരത്തില്ല.
നമ്മുടെ ആരുടെയും ശബ്ദം പുറത്തോട്ട് വരില്ല. വീട്ടിൽ പിള്ളേരെ വഴക്ക് പറയാനാണെങ്കിലോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് കൂടുമ്പോഴാണെങ്കിലോ നമ്മുടെയൊക്കെ ശബ്ദം പരമാവധി ഉച്ചത്തിൽ ഉയരും. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പറയുന്നതായിട്ടുള്ള വേളയിൽ നമ്മുടെ ചുണ്ട് ഒന്നനങ്ങും. അതിനെക്കാട്ടിലും വലിയ രസം എന്താണ്? ചുണ്ടുപോലും അനക്കാതെ പള്ളി ആരാധനകളിൽ പങ്കെടുക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് നല്ലതാണ്. വെറുതെ കൂട്ടായ്മകളിലും ആരാധനകളിലും വന്ന് കൈയും കെട്ടി ആരെങ്കിലും ഒക്കെ ചൊല്ലിക്കോട്ടെ, അതൊന്നും എന്റെ ജോലിയല്ല എന്നുള്ള നിലയിൽ ആരാധനകളിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാനസാന്തരം നല്ലതാ ദൈവമക്കളെ. കാരണം അവിടെ പോകുമ്പോൾ അലറി വിളിച്ചാലേ പറ്റൂ. അവിടെ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ തരുന്നത്. ഇവിടെ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുക്കാത്ത പുള്ളി അവിടെ പോയി എങ്ങനെ വിജയിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ ഈ ട്രെയിനിങ് നമുക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിയണം. നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ല. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കൂടി വരുമ്പോ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്ക് പോലും ഇവിടെയൊക്കെ ആരാധന നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ മുറ്റത്തൊക്കെ കാറും ബൈക്കും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അറിയാം ആരാണ്ടൊക്കെ കൂടിയിട്ടുണ്ടെന്നുള്ളത് അറിയാം. അല്ലാതെ നോക്കിയാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ആരാധന നടക്കുന്നുണ്ടോ എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. പിന്നെ മൈക്കൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛന്മാരുടെ ഒക്കെ സൗണ്ടും അല്ലെ ഗായക സംഘത്തിന്റെ സൗണ്ടും ഒക്കെ അല്പമൊക്കെ പുറത്തോട്ട് പോകും. അല്ലയോ ഓരനക്കവുമില്ല. വെറുതെ വന്നിട്ട് മിഴുക്കസിയാന്ന് പറഞ്ഞോണ്ട് മേളോട്ട് നോക്കി ആലയത്തിന്റെ കഴുക്കോലും എണ്ണി, ഫാനും എണ്ണി, ലൈറ്റും എണ്ണി, ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന എത്രയോ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഉണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം. ഈ വചനമൊക്കെ പഠിച്ചിട്ട് ചുമ്മാതെ ഇതിനകത്തെ കാര്യങ്ങൾ മാത്രം അങ്ങ് പഠിക്കാതെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നും കൂടെ ഉള്ള ഒരു പരിശോധനയാണല്ലോ ഈ തിരുവചനം പഠിക്കുന്നത് കൊണ്ട്. തിരുവചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടുന്ന ഒരു മാനസാന്തരമാണ്. ആ മാനസാന്തരം ഈ നിലയിലാണ് വേണ്ടിയതെന്ന് ഓർത്തോളൂ. ദൈവത്തെ ആരാധിക്കാനായിട്ട് മടിയുള്ളവരായി നമ്മൾ മാറരുത്. നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും, ഒരു സംശയവും വേണ്ട. അപ്പോ നാളെ വിശുദ്ധ ദിവസമാണല്ലോ. അപ്പൊ ഈ ഓർമ്മയോടുകൂടെ നാളെ ആരാധനാലയത്തിലേക്ക് വരിക, എന്നിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത്. ഇവിടെ രണ്ട് വാക്കുകൾ നമുക്ക് പ്രധാനമായിട്ട് കാണാം. ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക് 4 പ്രാവശ്യം ഈ ആരാധനയിൽ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത്തെ വാക്യത്തിലുണ്ട്, 3-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും അത് റിപ്പീറ്റ് ചെയ്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. യഹോവയെ സ്തുതിക്കുക എന്നുള്ളതാണ് ഈ ഹല്ലേലൂയ എന്ന് പറയുന്നതായിട്ടുള്ള പദത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ് എന്നുള്ളതായ ആ അർത്ഥത്തിലേക്കാണ് അത് വരുന്നത്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുക. ആ 2 വേർഡാണ് ഹലാൽ, യാഹ്. അപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുക, യാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ. യഹോവയെ സ്തുതിക്കുക എന്നുള്ളതാണ് ആ പദത്തിന്റെ തന്നെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 2 ഹീബ്രു വേർഡുകൾ എബ്രായ ഭാഷകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആ പദം നമുക്ക് കിട്ടുന്നത്. 4 പ്രാവശ്യം ഈ ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു വേർഡാണ് ആമേൻ എന്നുള്ളതായ പദവും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ആമേൻ എന്നുള്ള പദവും ഹല്ലേലൂയ എന്നുള്ളതായ പദവും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രംഗം കൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം കൂടെയാണ് ഈ 19-ാമത്തെ അധ്യായം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ലോകത്തിൽ എവിടെ പോയാലും, ഏത് ഭാഷയിൽ പോയാലും, ഏത് രാജ്യത്തിൽ പോയാലും 2 വാക്കുകൾ മാത്രമാണ് സെയിം ആയിട്ടുള്ള വാക്കുകൾ. ആ 2 വാക്കാണിത്, ആമേനും ഹല്ലേലൂയയും. ഇത് ലോകത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും മാത്രമല്ല, സ്വർഗത്തിലും ഈ വേടേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭൂമിയിൽ എവിടെ നിങ്ങൾ പോയാലും, ആഫ്രിക്കയിൽ പോയാലും, അമേരിക്കയിൽ പോയാലും, യൂറോപ്പിൽ പോയാലും, അന്റാർട്ടിക്കയിൽ പോയാലും അവിടെ ആൾക്കാരുണ്ടെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള എവിടെ പോയാലും, ഇനി ഭാഷ അറിയാൻ വയ്യാത്ത ബർബരന്മാരുടെ അടുക്കൽ പോയാലും അവർക്കും ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവർക്കും പറയുവാനായിട്ടുള്ള 2 വേർഡ് സെയിമാണ്. എവിടെ പോയാലും നമുക്ക് ഇതിന് മാത്രം ഒരു വ്യാഖ്യാനവും വേണ്ട. സ്വർഗത്തിൽ ദൂതന്മാരെ സ്തുതിക്കുന്നതും ഇതേ വാക്യങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് ഓർത്തുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമ്മള് ആമേൻ എന്നും ഹല്ലേലൂയ എന്നും പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ?
സ്വർഗത്തിലെ ഭാഷയാണ് നാം നമ്മുടെ നാവുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. സ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തെ എന്ത് പറഞ്ഞ് സ്തുതിക്കുന്നുവോ ആരാധിക്കുന്നുവോ അതേ പദം തന്നെ നമുക്കിവിടെ ഉപയോഗിക്കുവാനായിട്ടും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പദത്തിന്റെ തന്നെ വിശുദ്ധി എന്ന് മാത്രം, ആമേൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അപ്രകാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ അർത്ഥമാണ് അതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സകല മാനവജാതിക്കും ദൂതഗണങ്ങൾക്കും എല്ലാം നൽകിയിരിക്കുന്ന രണ്ട് വേർഡ് ആമേനും ഹല്ലേലൂയയും ആണ് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നമ്മൾ അത് പറയുമ്പോൾ തന്നെ എന്താണ്, സ്വർഗീയ ഭാഷ നമ്മുടെ നാവുകളിൽ, അല്ലെങ്കിൽ ഇന്നിവിടെ ആമേനും ഹല്ലേലൂയയും പറയുവാൻ കഴിയാത്തവർ, കാരണം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതനുസരിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വർഗത്തിൽ ദൈവത്തിന്റെ സഭയും വിശുദ്ധന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ പദം തന്നെയാണ് അവിടെ പറയേണ്ടത്. അപ്പൊ ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആമേനും ഹല്ലേലൂയയും ഒന്നും പറയാൻ കഴിയാത്തവർ, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായ രണ്ട് വേർഡുകളാണ് അതെന്ന് ഓർത്തുകൊള്ളു. ആമേനും ഹല്ലേലൂയയും വളരെ ആമേൻ പിന്നെയും പറയും, എന്താ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആമേൻ പറയും, ചിലർ അതും പറയാറില്ല. അതാണ് വളരെ സങ്കടം. ആമേൻ പോലും പറയാത്തതായിട്ടുള്ള വിശുദ്ധന്മാര് ഉണ്ടെന്ന് ഓർത്തുകൊള്ളു. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഹല്ലേലൂയ പിന്നെ പറയേ വേണ്ട. നമുക്ക് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞത് ഈ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അത് ആ വിഭാഗക്കാർക്കുള്ളതാണ്, നമുക്കൊന്നും ഉള്ളതല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ ഇച്ചിച്ചിയാണെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ടീമുകളാണ്. ദൈവമക്കളെ, ഇത് തന്നെയാണ് മേളിൽ പോയി പിന്നെയും പറയേണ്ടതെന്ന് ഓർത്തുകൊള്ളാം. അപ്പൊ നിങ്ങൾ പറയാച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞോളാമെന്ന്. ഇവിടെ പറയാത്ത പുള്ളികൾ എങ്ങനെ അവിടെ ചെന്നിട്ട് പറയുമെന്നുള്ളതിനെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ പറഞ്ഞിട്ട് വന്നത് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത്. അതാണ് സാൽവേഷൻ, ഗ്ലോറി ആൻഡ് പവർ ബിലോങ് ടു അവർ ഗാഡ്. എന്താണിത് പറയുന്നതിന്റെ കാരണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. 17-ലും 18-ലും നടന്നിരിക്കുന്ന രണ്ട് വലിയ സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്ക് ശേഷമാണ്, അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആഫ്റ്റർ ദിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. അതായത് കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ ആ 2 സംഭവങ്ങൾ ഭൂമിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ എന്ത് സംഭവിക്കുകയാണ്? സ്വർഗത്തിൽ വലിയൊരു ആരാധനയുടെ, മഹാഘോഷത്തിന്റെ, ഒരു മഹാസന്തോഷത്തിന്റെ അനുഭവമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷയും മഹത്വവും ശക്തിയും എല്ലാം ദൈവത്തിനുള്ളതാണ്. കാരണം ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത് എന്താണ്? ഭൂമിയിൽ അവൻ വലിയ വീര്യപ്രവർത്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായിട്ടുള്ള ദൈവത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ഹീസ് എ സോവറിൻ ഗോഡ്. അവൻ ഭൂമിയിൽ പരമാധികാരമുള്ളതായിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് നമുക്കിവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സകല മാനവും മഹത്വവും സ്തുതിയും രക്ഷയും എല്ലാം ബിലോങ്സ് ടു ഗോഡ്, ദൈവത്തിനോട് മാത്രമുള്ളതാണ് എന്നവിടെ കാണുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 3-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, അവർ പിന്നെയും ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതായത് ബാബിലോൺ കത്തി 1 മണിക്കൂർ കൊണ്ട് ഈ നഗരം ദഹിച്ചു പോയല്ലോ എന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. കപ്പൽക്കാരും കപ്പലിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള ആളുകളും ഒക്കെ കണ്ടു. ഭൂമിയിൽ അവളുമായിട്ട് വ്യാപാരം ചെയ്തതായിട്ടുള്ള സകല വ്യാപാരികളും കാണുവാനായിട്ട് കഴിഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഈ നഗരം കത്തിപ്പോയല്ലോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു. ദ സ്മോക്ക് ഫ്രം ഹെയർ ഗോസ് അപ്പ് ഫോർ എവർ ആൻഡ് എവർ എന്നാ പറയുന്നത്. നിരന്തരമായിട്ട് അതിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ പുകയെ കുറിച്ച് അവിടെ പറഞ്ഞാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ആ സമയത്ത് നടക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാല് 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അവിടെ 24 മൂപ്പന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സഭയുടെ റെപ്രസെന്റേഷൻ ആയിരിക്കുന്നതായിട്ടുള്ള 24 മൂപ്പന്മാരെ നമുക്ക് അവിടെ കാണുന്നു. 24 മൂപ്പന്മാരെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. അപ്പോൾ അവരും എന്താണ് ചെയ്യുന്നത്? അവരും ദൈവത്തെ വീണ് ആരാധിക്കുന്നതായിട്ടുള്ള അനുഭവം, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ചേർന്ന് അവരും ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നീട് പറയുന്നത് എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടതായ ശബ്ദം അത് പിതാവാം ദൈവത്തിൻ്റെതാവാം, അല്ലെങ്കിൽ പുത്രനാം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെതാവാം. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരാണല്ലോ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ബാക്കി ആർക്കും സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ടുള്ളതായ അധികാരം ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അവനെ വാഴ്ത്തുവീൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വേളയിൽ നമുക്ക് മനസ്സിലാക്കാം
തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനമാവാം ഇത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ ന്യായം എന്ന് അവിടെ തോന്നുന്നു. തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. വീണ്ടും അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വലിയ ഘോഷമാണ്, മഹാഘോഷമാണ്, ഒരു വലിയ സന്തോഷ ശബ്ദമാണ് അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷ ശബ്ദം പറയുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് പറയുന്നത്. സർവശക്തിയുള്ളതായ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർ ദ ലോർഡ് അവർ ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ് എന്നാണ് പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ മേൽ അധികാരം സ്ഥാപിക്കുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, അവൻ യഹൂദ സിംഹമായിട്ട് ഒരു കാല് ഭൂമിമേലും ഒരു കാല് സമുദ്രത്തിന്മേലും വെച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതായത് മനുഷ്യന് ദൈവം കൊടുത്തിരുന്നായിട്ടുള്ള ഭൂമി മനുഷ്യനെ കബളിപ്പിച്ച് പിശാചത് കരസ്ഥമാക്കുന്നു, അതിന്റെ അധികാരം അവൻ കരസ്ഥമാക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അധികാരം ദൈവം പിശാചിൽ നിന്ന് തിരികെ ഏറ്റെടുക്കുകയാണ്. രാജ്യത്വം അവൻ ഏറ്റെടുക്കുകയാണ്. അതായത് മില്ലേനിയം റൂളിലേക്ക്, സഹസ്രാബ്ദ യുഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്താണ്? അർമഗദോൻ വാർ കഴിഞ്ഞാൽ ഉടൻ തന്നെ സംഭവിക്കുന്നത് എന്താണ്? മില്ലേനിയം റൂള്, സഹസ്രാബ്ദ യുഗം ആരംഭിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിന്റെ ഭരണമാണ് അവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ആ പുത്രനാം ക്രിസ്തുവിനോടുകൂടെ നിർമ്മല കന്യകയാകുന്ന അവന്റെ കാന്തയാകുന്നതായിട്ടുള്ള സഭയും ചേർന്നുകൊണ്ടുള്ളതായ ഒരു ഭരണം അവിടെ സംജാതമാകുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിമേലുള്ളതായ അധികാരം വീണ്ടെടുക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെയാണ് മില്ലേനിയം റൂളിലേക്കുള്ളതായ പ്രവേശനം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുകൂടെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നതായിട്ടുള്ള സമയത്ത് 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത് എന്നോർത്തുകൊള്ളണം. അടുത്ത വാക്യങ്ങളോട് ഞാൻ വായിക്കുകയാണ്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം നീതിമാന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ സഭയെ കുറിച്ച് അതായത് 2-3 അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളില് സഭയെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം പിന്നീട് 18-ാമത്തെ അധ്യായം വരെ സഭയെക്കുറിച്ച് ഉള്ളതായ ഒരു പരാമർശം ഇല്ല എന്ന് ഓർക്കണം. വീണ്ടും സഭയെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ടുള്ളൊരു ഭാഗം വരുന്നത് ഈ 19-ാമത്തെ അധ്യായത്തിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും സഭയെക്കുറിച്ചുള്ളതായ ഒരു പരാമർശം. ഇവിടെ പറയുന്നതായിട്ടുള്ള വേർഡ് കാന്ത എന്നുള്ളതായ ഒരു വേർഡാണ്. നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? സഭ ക്രിസ്തുവിന്റെ നിർമ്മല കന്യക എന്നുള്ള നിലയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കന്യക എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ കാന്ത എന്നുള്ള നിലയിലേക്ക് അതിന് വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അതായത് ഗ്രീക്ക് പരിഭാഷയിലേക്ക് പോകുന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ഭാഷാന്തരത്തിലേക്കും അതിന്റെ പരിഭാഷയിലേക്കും ഒക്കെ പോകുമ്പോൾ ആ കല്യാണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ അർത്ഥത്തിലാണ് അവിടെ അത് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. ഇവിടെ ഈ യഹൂദന്റെ കല്യാണത്തെ കുറിച്ച്, അവരുടെ വിവാഹത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കണം എന്നോർത്തുകൊള്ളണം. ഈ യഹൂദന്റെ വിവാഹം അനുസരിച്ചിട്ട് മണവാളൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് വരും. മണവാളൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് വന്ന് മണവാട്ടിയെ കാണും. മണവാട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീധനത്തെ കുറിച്ച് ഒരു വിലപേശലൊക്കെയുണ്ട്. പെൺകുട്ടിയുടെ അപ്പനുമായിട്ട് ഒരു വിലപേശലൊക്കെ നടക്കും. അങ്ങനെ വിലപേശലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വിവാഹം നിശ്ചയിക്കും. അങ്ങനെ വിവാഹം നിശ്ചയിക്കുമ്പോൾ വിവാഹം നിശ്ചയിക്കുന്നതിന്റെ ലക്ഷണമായിട്ട് പെൺകുട്ടിയും മണവാളിനും മണവാട്ടിയും അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട വരനും വധുവും ഒരു പാനപാത്രത്തിൽ നിന്ന് അവർ വീഞ്ഞ് കുടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മണവാളൻ മണവാട്ടിയെ മണവാട്ടിയുടെ പിതാവിന്റെ അടുത്ത് തന്നെ ആക്കിയിട്ട് മണവാളൻ അവിടുന്ന് പോവുകയാണ്. മണവാളൻ തന്റെ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ മണവാളൻ സ്വന്തം ഭവനത്തിലേക്ക് പോയതിനു ശേഷം തന്റെ മണവാട്ടിയെ തന്നോടൊപ്പം പാർപ്പിക്കേണ്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒന്നുകിൽ തന്റെ പിതാവിന്റെ ഭവനത്തോട് ചേർന്ന് തനിക്ക് വേണ്ടി ഒരു റൂം പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഭവനം ഒരുക്കും. അപ്പോൾ ആ ഭവനത്തിന്റെ പണിയിലായിരിക്കും പിന്നീട് അദ്ദേഹം ഏർപ്പെടുന്നത്. അങ്ങനെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഒരു റൂമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഭവനമാണ് പണിയുന്നതെങ്കിൽ ആ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, മണവാളൻ തൻ്റെ കൂട്ടുകാരുമായിട്ട് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് വരികയാണ്. ഇതിന്റെ യഹൂദന്മാരുടെ രീതി അനുസരിച്ചിട്ട് മണവാളൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഘോഷമുണ്ട്. മണവാളൻ വരുന്നു എന്നുള്ളതായ ഒരു ഘോഷ ശബ്ദം ഉയരും. ആ ശബ്ദം കേൾക്കുന്ന ആളുകൾ അവിടെ നിന്ന് വീണ്ടും വിളിച്ചു പറയും മണവാളൻ വരുന്നു. ആ ശബ്ദം കേൾക്കുന്ന ആളുകൾ വീണ്ടും വിളിച്ചു പറയും മണവാളൻ വരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന മണവാളൻ കണ്ണൂരാണ് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം കൊല്ലംകാർ കേൾക്കും. കൊല്ലംകാർ അത് കേട്ടിട്ട് വിളിച്ചു പറയുമ്പോൾ പത്തനംതിട്ടക്കാർ കേൾക്കും. അങ്ങനെ കേട്ട് 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 ഇതെവിടെ എത്തും? കണ്ണൂരെത്തും. കണ്ണൂരാണ് മണവാട്ടിയുടെ വീടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോഴേക്കും മണവാട്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. മണവാട്ടി റെഡിയായിട്ട് നിൽക്കും. മണവാട്ടിയുടെ അരികിലേക്ക് മണവാളൻ എത്തിച്ചേരും. എന്നിട്ട് അവളുമായിട്ട് തൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ളതായ ഭവനത്തിലേക്ക് മണവാളൻ പോകുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ചെന്ന് മണിയറയിൽ പ്രവേശിക്കുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു വലിയ വിരുന്നുണ്ട്. ആ വിരുന്നിന്റെ സമയത്താണ് മണവാട്ടിയെ അവളുടെ മൂടുപടം വെയിൽ നീക്കിയതിനു ശേഷം കൂടി വരുന്നതായിട്ടുള്ള അതിഥികളെ മണവാട്ടിയുടെ മുഖം കാണിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നോർത്തുകൊള്ളാം. ഇതാണ് ഈ പറയുന്ന യഹൂദ വിവാഹത്തിന്റെ ഒരു ആചാരം, അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം. ഇത് തന്നെ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ അവൻ കണ്ടെത്തുന്നു. ആ സഭയുമായിട്ട് ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. തൻ്റെ രക്തം ആകുന്ന പാനപാത്രം അവന് ആർക്ക് നൽകുകയാണ്? സഭയ്ക്ക് നൽകുകയാണ്. ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഒരേ പാനപാത്രത്തിൽ നിന്നും കുടിച്ചൊരു ഉടമ്പടി നടക്കുകയാണ്. യഹൂദ മണവാട്ടിയുടെ വീട്ടിൽ വന്നിട്ട് മണവാളൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഉടമ്പടി, വിവാഹ നിശ്ചയത്തിന്റെ ഉടമ്പടിയാണ് ഒരേ പാനപാത്രത്തിൽ നിന്ന് അവർ കുടിക്കുന്നത്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയതായിട്ടുള്ള ആ പാനപാത്രത്തിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയാണ്. കർത്താവിന്റെ വരവോളം നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടൊരു കാര്യം. അപ്പോൾ അത് ഓർക്കുമ്പോൾ എന്താണ്? എൻ്റെ മണവാളിന് വേണ്ടിയിട്ടുള്ള മണവാട്ടിയാണ് ഞാനെന്നുള്ളതായ ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിനുശേഷം എന്താണ്? കർത്താവ് മധ്യാകാശത്തിൽ വരികയാണ്. ആ ശബ്ദം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കി കഴിയുമ്പോൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ മരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അരികിൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ ഭവനം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, മണവാളൻ മണവാട്ടിയെ പാർപ്പിക്കുവാനായിട്ടുള്ളതായ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്? നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് മണവാളൻ വരുന്നു. തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും, ഒരു വലിയ ഗംഭീര ധ്വനി, ദൈവത്തിന്റെ കാഹളം ഒക്കെ മുഴങ്ങുകയാണ്. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? കർത്താവ് വരുന്നു. ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുവാനായിട്ട് പോകുന്നു. തിരുവചനത്തിൽ കൂടെ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കർത്താവ് വരുവാനായിട്ട് പോകുന്നു. തന്നെത്താൻ ഒരുങ്ങുക, മാനസാന്തരപ്പെടുക, രൂപാന്തരപ്പെടുക, വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുക.
ഈ തിരുവചന ശബ്ദം ഇന്ന് ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കർത്താവിന്റെ വരവോടുകൂടെ സംഭവിക്കുന്നത് എന്താകുന്നു? മധ്യാകാശത്തിൽ നാം സ്വീകരിക്കപ്പെടുകയാണ്. അവിടെ നിന്നും സഭയെ സ്വീകരിക്കുന്നു, റാപ്ചർ സംഭവിക്കുന്നു, ഉത്പ്രാപണം സംഭവിക്കുന്നു. തുടർന്ന് 7 വർഷത്തിന് ശേഷം 7 ദിവസം മണിയറയിൽ ആയിരിക്കുന്ന അനുഭവം. 7 ദിവസത്തിന് ശേഷം കാന്തയുടെ വെയിൽ നീക്കി കാന്തയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ 7 വർഷം 70-ാം ആഴ്ചവട്ടം. അതിനുശേഷം സഭയെ പുത്തൻ യെരൂശലേം ഇറങ്ങി വരികയാണ്. അവിടെ പുത്തൻ യെരൂശലേമായി നമ്മളെ കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരികയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന എന്താണ്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ മണവാളൻ നിർമ്മലനാണ്, വിശുദ്ധനാണ്. എന്നാൽ കാന്തയെ സംബന്ധിച്ചിടത്തോളം കാന്ത മലിനപ്പെട്ടവളാണ് എന്ന് ഓർത്തുകൊള്ളണം. ഉത്തമഗീതം പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് ശലോമി പറയുന്നത് എന്താണ്? ഞാൻ കറുത്തവൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിർമ്മലയാകുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ് എന്ന് ഓർത്തുകൊള്ളാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവ് അവന്റെ കാല് കഴുകുവാനായിട്ട് തുടങ്ങുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എന്റെ കാല് കഴുകേണ്ട. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നിർമ്മലരാകേണ്ടതിന് ദിനംതോറും കഴുകൽ പ്രാപിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങളിലേക്ക് വരുന്നുണ്ടേ, അവൻ തന്റെ സഭയെ വിശുദ്ധിയും നിഷ്കളങ്കയുമായി കറാചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ നിർത്തേണ്ടതിനായിട്ട് വചനം എന്ന വെള്ളത്താൽ നമ്മളെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിർമ്മലരാകുവാൻ വേണ്ടി, വിശുദ്ധരാകുവാൻ വേണ്ടി ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. വിശുദ്ധനായിരിക്കുന്ന കാന്തനോടുകൂടെ വിശുദ്ധയായി ആയ കാന്തയായിട്ട് ഇരിപ്പാൻ ദൈവം ഇന്ന് നമുക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പൊ നമ്മെ തന്നെ ഒരുക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ വചനം. നമ്മെ തന്നെ കഴുകുവാൻ വേണ്ടി, അനുദിനം അത് കഴുകിക്കൊണ്ട് നമുക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴുകൽ പ്രാപിച്ചവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് കഴിയണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, അവൾക്ക് ശുദ്ധവും, 8-ാമത്തെ വാക്യത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിശേഷ വസ്ത്രം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുള്ളൂ. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ ഡ്രസ് കോഡ്, ഈ മിഡിൽ ഈസ്റ്റിലെ ആളുകളുടെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ഇന്നർ വെയറും ഔട്ടർ വെയറും, ഇന്നർ ഗാർമെന്റ് ആൻഡ് ഔട്ടർ ഗാർമെന്റ്, 2 വസ്ത്രങ്ങൾ, 2 പീസസ് ഓഫ് ഡ്രസ് കോഡ് അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അകത്ത് ധരിക്കുന്നതും പുറത്ത് ധരിക്കുന്നതും. ഇന്നർ ഗാർമെന്റിനെ വിളിക്കുന്നത് ട്യൂണിക് എന്നാണ്. ഇന്നർ ഗാർമെന്റിനെ വിളിക്കുന്നത് ട്യൂണിക്. ഔട്ടർ ഗാർമെന്റിന് പറയുന്നത് ടോഗ എന്നുള്ളതായ പദമാണ്. ടോഗ, അതായത് ഇൻസൈഡ് ഡ്രസ് അല്ലെങ്കിൽ ഇന്നർ ഗാർമെന്റ് ട്യൂണിക് എന്ന് പറയും. ഔട്ടർ ഗാർമെന്റിനെ, ഔട്ട്സൈഡ് ക്ലോത്തിനെ ടോഗ എന്നുമാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി, എബ്രായ ലേഖനത്തിലെ ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് വായിക്കാം. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 10-14 വാക്യങ്ങളിലേക്ക് വേഗം കൊണ്ടുവരാം. എബ്രായർ 10:10. അവിടെ പറയുന്നത്, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അതായത് ഇന്നർ ഗാർമെന്റ് എന്ന് പറയുന്നത്, അതായത് ട്യൂണിക് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി, അതായത് ദൈവസന്നിധിയിൽ നമ്മെ നിർത്താൻ ഇടയാക്കിയത് കർത്താവിന്റെ നീതിയാണ്. എങ്ങനെയാണ് ആ നീതി ലഭിച്ചത്? രക്തത്താൽ ഉള്ളതായ നീതീകരണമാണ്. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്
സദാകാലത്തും സൽഗുണപൂർത്തിയും വരുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താണ് ആ ഇന്നർ ഗാർമെന്റ് എന്ന് പറയുന്നത്? ട്യൂണിക് എന്ന് പറയുന്ന ഇൻസൈഡ് ഗാർമെന്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. അത് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നതായ അനുഭവത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ ധൂർത്തപുത്രന്റെ പിതാവ് അവനെ മേൽത്തരമായ അങ്കി കൊണ്ട് ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നർ ഗാർമെന്റ് ട്യൂണിക് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നേടിയിരിക്കുന്നതായ നീതീകരണം. രണ്ടാമത്തേത് ഔട്ടർ ഗാർമെന്റ് ആണ്. ആ ഔട്ടർ ഗാർമെന്റ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം. റൈച്ചസ് ഡീഡ്സ് ഓഫ് ദ സെയിൻസ്. അത് ടോഗ എന്ന് പറയുന്നതായിട്ടുള്ള ഔട്ടർ ഗാർമെന്റ്. കാരണം ഇത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. ഈ നീതി പ്രവർത്തികൾ കൊണ്ട് വേണം നാം അവന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. ഇന്നർ ഗാർമെന്റ് ഓൾറെഡി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം പ്രാപിച്ചിരിക്കുന്നതായ നീതീകരണം. രണ്ട്, ഔട്ടർ ഗാർമെന്റ് എന്ന് പറയുന്നത് ടോഗ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നീതി പ്രവർത്തികൾ നെയ്തെടുക്കുവാനായിട്ടുള്ളതായ സമയമാണ് ദൈവം ഇന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. കർത്താവ് നമുക്ക് ഒരുങ്ങുവാനായിട്ടുള്ള സമയം തന്നിരിക്കുക. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചല്ലോ, മണവാളൻ വരുന്ന ഉടനെ ശബ്ദം ഇങ്ങനെ കേൾക്കും, മണവാളൻ വരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ കാന്ത എന്തെടുക്കണം? കാന്ത കേൾക്കുമ്പോഴേക്കും കാന്ത പെട്ടെന്ന് റെഡിയായി നിൽക്കണം. മണവാളൻ ഉടനടി വരും. നാളുകളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം എന്താണ്? കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം നാം കേൾക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നീതീകരണം ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നാം വിശുദ്ധ വസ്ത്രം നെയ്യുന്നവരായിരിക്കണം, നീതിയുടെ വസ്ത്രം നെയ്തെടുക്കുന്നവരായിരിക്കണം. കാരണം ഈ നീതിயின் വസ്ത്രം കൊണ്ട് വേണം ദൈവത്തിന്റെ സന്നിധിയില് നാം നിൽക്കേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ കർത്താവ് നമുക്ക് ഒരുങ്ങുവാനായിട്ട് സമയം തന്നിരിക്കുക. ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതായ ഒരു സമയമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഈ ബ്യൂട്ടിഫിക്കേഷൻ ടൈം ഇന്നെന്ന് പറയുമ്പോൾ ഇതൊരു ബ്യൂട്ടിഫിക്കേഷൻ, നമ്മളെ തന്നെ വിശുദ്ധരാക്കി നിർമ്മലരാക്കി നിർത്തുവാനായിട്ടുള്ളതായ ഒരു സമയമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. ഈ നമ്മൾ സദൃശവാക്യത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത് സദൃശവാക്യത്തില് 31-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സാമർഥ്യമുള്ളതായ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. ഈ സാമർഥ്യമുള്ള സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ അവള് ഒരിക്കലും വെറുതെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഒരുപാട് പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് ഒരു കാര്യം കാണുന്നത്, നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള പരവതാനി, നല്ല കാർപ്പറ്റ് ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. 31-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് നല്ല പരവതാനി അവൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആരെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ദൈവസഭയുടെ നിഴലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. സാമർഥ്യമുള്ള സ്ത്രീ നല്ല പരവതാനി ഉണ്ടാക്കുകയാണ്, അവൾ മടി പിടിച്ചവളല്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ദൈവസഭയുടെ ഒരു നിഴലായിട്ടാണ് നാം അത് കണക്കാക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നാം പരവതാനി ഉണ്ടാക്കുന്നവരായി മാറണം, കാർപ്പറ്റ് ഉണ്ടാക്കുന്നവരായി മാറണം. അതായത് നല്ല വസ്ത്രങ്ങൾ, നീതിയുടെ വസ്ത്രങ്ങൾ, വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നവരായി തീരുവാനായിട്ട് കഴിയണം. സദൃശവാക്യത്തിലെ സ്ത്രീ മടിയുള്ളവളല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവൾ അധ്വാനശീലയായിട്ടുള്ളതായ ഒരു സ്ത്രീരത്നമായിട്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന ഇന്നർ ഗാർമെന്റ് ഞാൻ ഓർമ്മിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സമ്പാദിച്ചതായിട്ടുള്ള നീതിயின் വസ്ത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, ദൈവം എന്തിനാണ് നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതായ ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതിന് മറുപടി നമ്മൾ നോക്കുകയാണെങ്കിൽ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ
2:10 നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2:10 ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്, ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്സ് വിച്ച് ഗോഡ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് ദാറ്റ് വി ഷുഡ് വാക്ക് ഇൻ ദം. ആ വാക്യമൊക്കെ ഒരു 3-4 പ്രാവശ്യം ഇരുത്തി വായിച്ചോ, എങ്കിൽ മാത്രമേ അതിൻ്റെയൊക്കെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നാം അവന്റെ കൈപ്പണിയായി, നീതിയിൻ വസ്ത്രം കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കൂടെ നമുക്ക് ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാകുന്നു എന്ന് ചോദിച്ചാൽ, സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നാം അവന്റെ കൈപ്പണിയാണ്. 2 എന്താണ്? സൽപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. സൽപ്രവർത്തികൾക്ക് വേണ്ടി. ഇനി 1-2 വാക്യങ്ങൾ കൂടെ വേഗം നോക്കാം. ടൈറ്റസ്, തീത്തോസ് 2-ാമത്തെ അധ്യായം, തീത്തോസ് 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എന്തിനാണ് കർത്താവ് വീണ്ടെടുത്തത്, നീതിയും വസ്ത്രം എന്തിനാണ് നമ്മളെ ധരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ എന്താ ദൈവമക്കളെ 2:8 വായിച്ചത്? ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആർക്ക് കൃപ ലഭിച്ചിരിക്കുന്നു? മണവാട്ടിക്ക് അല്ലെങ്കിൽ കാന്തയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ കൊടുത്തു. ഇനി 3:8 കൂടെ നമുക്ക് നോക്കാം. തീത്തോസ് 3:8 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. അടിപൊളി ഒരു വാക്യമാണ്, പക്ഷെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രസംഗിച്ചാൽ എന്നാ പറ്റുമെന്ന് അറിയാമോ? കല്ലേറ് കിട്ടും. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്. ആ വാക്യം ബൈബിളൊക്കെ കയ്യിലുള്ളവരാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് എടുത്തു വെച്ച് വായിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അവിടെയും എന്താ കർത്താവ് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്ന അനുസരിച്ചിട്ട് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സൽപ്രവൃത്തി എന്നുള്ളതാണ് കാര്യം. സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. അപ്പോ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? നാം സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി, നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സൽപ്രവർത്തികൾ ചെയ്യണം. രണ്ടാമത് നമ്മൾ കണ്ടത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ഇപ്പോൾ ഉത്സാഹികളായിരിക്കണം. ഇതെന്തോ വേണമെന്നാണ് തീത്തോസിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? നീ ഇത് ഉറപ്പിച്ച് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ദൈവമക്കളെ സൽപ്രവൃത്തി എന്ന് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതൽ അത് ഓർത്തുകൊള്ളണം. ഈ ലോകത്തിൽ ദൈവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ സൽപ്രവർത്തികൾ അല്ലെങ്കിൽ പുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ കാറ്റഗറിയെ പറ്റി അല്ല പറയുന്നത്. അത് എണ്ണപ്പെടുത്തുമില്ലെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നീതിയൻ വസ്ത്രം ധരിച്ചിരിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളതായ ഫലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതും തന്റെ രക്തം നമുക്ക് നൽകിയിരിക്കുന്നതും നമ്മളെ വീണ്ടെടുത്ത തന്റെ വകയായിട്ട് നിർത്തിയിരിക്കുന്നതും നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്താണ് സൽപ്രവർത്തി? ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കുക, ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, ബുദ്ധിമുട്ടുള്ളവരെ, ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുവാനായിട്ടുള്ളതായ ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഞെരുക്കം, ദാവീദിന്റെ അടുത്തേക്ക് കടന്നു വന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഞെരുക്കമുള്ളവര്, കഷ്ടമുള്ളവര്, കടഭാരമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെയുള്ളതായ ആളുകളാണ് ദാവീദിന്റെ അരികിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം.
ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഒരു ദൈവ പൈതലിന്, ഞാൻ ലോകത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ദൈവ പൈതലിന് തന്നിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആദിമ നൂറ്റാണ്ടിലെ സഭയെ പോലെ ഷെയർ ചെയ്യുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട്, പങ്കിടുന്ന സമൂഹമായിട്ട് തീരുവാനായിട്ട് നമുക്ക് കഴിയണം. തീത്തോസിനോട് പൗലോസ് പറഞ്ഞത് എന്താണ്? നീ ഇത് ഉറപ്പിച്ച് പറയണോ? ഇന്ന് ഇത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമോ? ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും, ഭയങ്കര ക്രിറ്റിസിസം അല്ലേ? പാവം പിടിച്ചവരെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ, ചുറ്റുപാടുമുള്ള നമുക്ക് ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണ് ഓടിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു പാവം പിടിച്ചവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അവന്റെ ഗതികേട് കണ്ടിട്ട് പുരോഹിതൻ പോയതുപോലെയും ലേവ്യക്കാരൻ പോയതുപോലെയും മുറിവേറ്റ് വീണ് കിടക്കുന്നതായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് ഒരു കൈത്താങ്ങ് കൊടുക്കുവാനായിട്ട് ആഹ്വാനം പറയുമ്പോൾ നിശിതമായിട്ടുള്ളതായ വിമർശനങ്ങൾ, ദൈവമക്കൾക്ക് ഇത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതൊന്നും നമ്മുടേതല്ല എന്നുള്ള ഓർമ്മ നമ്മളെ ഭരിക്കുന്നത് നല്ലതായിരിക്കും. ദൈവമക്കളെ, നമ്മൾ പൂട്ടിവെച്ചിരിക്കുന്നതും കെട്ടിവെച്ചിരിക്കുന്നതും ഒരു പനി വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നത് തലമുറ അനുഭവിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സൽപ്രവൃത്തിക്ക് വേണ്ടി ആഹ്വാനം തരുമ്പോൾ, ഒരു പാവം പിടിച്ചവനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ, നിശിതമായ വിമർശനങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറയേണ്ടി വരുന്ന സമയത്ത് പറയാതിരിക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങൾ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവം, രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെടാത്തവർ അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തുമില്ല, അങ്ങനെ ചെയ്തിട്ട് വലിയ പ്രയോജനവുമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ സൽപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനം സത്യമായിട്ടുള്ളതായ വചനമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണ്. ഇന്ന് നമ്മൾ എന്ത് നീതി പ്രവൃത്തി ചെയ്യുന്നു? പള്ളിക്ക് കൊടുക്കുന്നത് മാത്രമല്ല നീതി പ്രവൃത്തി. പള്ളിക്ക് കൊടുക്കുന്നത് പോലും നമ്മൾ അമർത്തി, വളരെ ബുദ്ധിമുട്ടി, സങ്കടത്തോടെ, നിർബന്ധത്തോടെയാണ് കൊടുക്കുന്നതെന്ന് ഓർക്കണം. പള്ളിക്ക് കൊടുക്കുന്നതിനെല്ലാം ഭയങ്കര കണക്കാണ്. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നതിനെല്ലാം നമുക്ക് ഭയങ്കര കണക്കാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, ടെക്സ്റ്റൈൽ ഷോറൂമിൽ കൊണ്ട് കൊടുക്കും. നമ്മൾ സാധനം വാങ്ങിക്കുന്ന മോളുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു വിലപേശലുമില്ല. പള്ളിയിൽ പക്ഷേ സ്തോത്രാഴ്ച ഇടുന്നതിനും പള്ളിയിലെ ഒരു പിരിവിന് കൊടുക്കുന്നതിനും സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നതിനും ഒക്കെ നമുക്ക് 100,000 കണക്കുകളാണ് നമ്മൾ നിരത്തുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ വചനം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രമേ, ഞാൻ എന്ത് സൽപ്രവൃത്തി ചെയ്യുന്നു? ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണോ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ചരതിച്ചു വയ്ക്കുന്നത്? ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കണം, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കണം. നമ്മളൊക്കെ നല്ല മാന്യമായ രീതിയിലുള്ളതായ ബിൽഡിങ്ങുകളിൽ, ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള സുഖസമൃദ്ധമായിട്ടുള്ളതായ കൊട്ടാരങ്ങളിൽ വസിക്കുമ്പോൾ, നിന്റെ വീടിന് തൊട്ട് മുമ്പ് നിന്റെ വീട്ടുമുറ്റത്ത് തന്നെ ലാസർമാരെ കിടപ്പുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ലാസർ എനിക്ക് വേണ്ടപ്പെട്ടവനല്ലല്ലോ, എന്റെ രക്തബന്ധമല്ലല്ലോ, എന്റെ പള്ളിക്കാരനല്ലല്ലോ, എന്റെ ജാതിക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ലാസർ മുമ്പിലുണ്ടെന്നുള്ള ഓർമ്മ നമ്മളെ ഭരിക്കുന്നത് നല്ലതായിരിക്കും. നിന്റെ ഭവനത്തിൽ ഈ പ്രളയത്തിന്റെ സമയത്ത്, ഈ വലിയ പേമാരിയുടെ സമയത്ത്, നാം നമ്മുടെ ഭവനത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുമ്പോൾ, ചോർന്നൊലിച്ച് വെറും ടാർപ്പ മാത്രം വലിച്ചു കെട്ടി ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വലിച്ചു പറിച്ചു പോകുന്ന, നിലത്ത് ചവിട്ടുവാൻ കഴിയാതെ വെള്ളം മുഴുവനും വീടിനകത്ത് കയറി എത്രയോ ജീവിതങ്ങൾ കണ്ണു തുറക്കുവാനായിട്ട് കഴിയണം. ഇനിയും നമ്മുടെ ഒന്നും കണ്ണു തുറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ തിരുവചനങ്ങളൊക്കെ ഈ നാളുകളിൽ പഠിച്ചിട്ട് പോലും നമ്മുടെ ഒന്നും കണ്ണു തുറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിരാശാജനകമെന്ന് മാത്രമേ പറയുവാനായിട്ട് കഴിയുന്നുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവണം.
അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വം കരയറ്റണം. ആരാ ഇത് ചെയ്യേണ്ടത്? ഉത്തരവാദിത്വം ആരുടെ മേൽ കിടക്കുന്നു? നമ്മുടെ മേൽ കിടക്കുന്നു. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക ദൈവമക്കളെ. ഒരുപാട് പറഞ്ഞിട്ടൊന്നും വലിയ കഥയില്ലെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, കാന്തയായ മണവാട്ടിക്ക് വേണ്ടിയത് നീതി പ്രവർത്തികളാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ആ നീതി പ്രവർത്തികൾ, അവൻ നമ്മളെ നീതീകരിച്ചത്, ഇന്നർ ഗാർമെന്റ്സ്, ട്യൂണിക്ക് നമുക്ക് തന്നത് ഒരു ഔട്ടർ ഗാർമെന്റ് ഉണ്ട്. ആ ഔട്ടർ ഗാർമെന്റ് ഉണ്ടാക്കേണ്ട പരിപാടി ആരുടെയാണ്? പരവതാനി നെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്, ദൈവസഭയുടെ ജോലിയാണ്. ഔട്ടർ ഗാർമെന്റ് എന്ന് പറഞ്ഞ ടോഗ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അവൻ നീതിയും വസ്ത്രം നമ്മളെ ധരിപ്പിച്ചു, നമ്മുടെ നഗ്നതയവൻ മറച്ചു. ആദാമിന്റെയും ഹവ്വായുടെയും നഗ്നത യഹോവയായ ദൈവം മറച്ചു. അതുപോലെ അവൻ നമ്മുടെ നഗ്നത തന്റെ നീതിയും രക്തത്താൽ, തന്റെ രക്തം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ചവൻ നമ്മുടെ നഗ്നത മറച്ചു. ഇനി നമ്മൾ പുറമേ ധരിക്കേണ്ട വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, നാം ഉണ്ടാക്കേണ്ടതാണ്. അത് നമ്മുടെ നീതി പ്രവൃത്തിയാണ്. സൽപ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സൽപ്രവൃത്തി ചെയ്യുവാൻ ശുഷ്കാന്തി ഉള്ളവരായിരിക്കാം, ഉത്സാഹമുള്ളവരായിരിക്കാം. സകല കർത്താവിന്റെ വേലക്കാരും വിളിച്ചു പറയണം, ഇത് നാം ചെയ്യേണ്ടിയവരാണ്. എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും, എത്ര ക്രിറ്റിസിസങ്ങൾ ഉണ്ടായാലും, എത്ര കല്ലേറുകൾ ഉണ്ടായാലും ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവസാനം പറയരുതല്ലോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എന്നോടാരും പറഞ്ഞില്ല എന്നാരും പറയുവാനായിട്ട് പാടില്ല. കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ചുറ്റുപാടേക്ക് ഒന്ന് നോക്കാം. ഇത്രയും നാൾ നാം നമ്മളിലേക്ക് തന്നെയാണ് നോക്കിയതെങ്കിൽ ചുറ്റുപാടുകളിലേക്കൊക്കെ ഒന്ന് കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കിക്കാം. എത്രയോ അനാഥ ബാല്യങ്ങളെ സങ്കടത്തിൽ കൂടെയും നെടുകുരുപ്പിൽ കൂടെയും കണ്ണുനീരിൽ കൂടെയും കടന്നു പോകുന്ന എത്രയോ ജന്മങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സൽപ്രവർത്തിക്ക് വഴിയുള്ളവരായി തീരാം. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധ്യയിലെ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.